ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കിന് പറ്റിയ ഒരു അടിപൊളി ട്രാൻസിഷൻ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആണ്. സോ ഞാനിവിടെ പ്രിവ്യൂ പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് XML ഫയൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആ ലൈറ്റ് മോഷനിലായും തന്നെ കട്ട്സൊക്കെ ആഡ് ചെയ്ത് ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ കുറച്ച് കട്ട്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിനെ നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഫസ്റ്റിനെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എനേബിൾ ചെയ്തിട്ട് ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവാം. പോയിട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എന്നിട്ട് നേരെ നമുക്ക് ആ മോഷൻ ബ്ലർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കാം. ഫുള്ളാക്കിയിട്ട് നമുക്ക് നേരെ വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ നമുക്കൊരു 19 ആക്കി കൊടുക്കാം. ഒരു 90 ആക്കി കൊടുക്കാം. അതിൻ്റെ വാല്യൂ 90 ആക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് ഒരു 2.17 ആക്കി കൊടുക്കാം. 2.70 ആക്കി കൊടുക്കാം. നെക്സ്റ്റ് അടിയിലായിട്ട് മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആക്കിയിട്ട് പിന്നത്തെ വാല്യൂ നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ഒരു 4000 ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കർവ് കൂടെ ആക്കി കൊടുക്കാം. ഒരു ഗ്രാഫ് കൂടെ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി എടുക്കാം. ജസ്റ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയി സെർച്ചിൽ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഗോഷ്യൻ ബ്ലർ സെർച്ച് ചെയ്ത് ആഡ് ആക്കാം. എന്നിട്ട് നമുക്കിവിടെ 3 കീ ഫ്രെയിം ആക്കാൻ ഫസ്റ്റ് തന്നെ ഒരു സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം ആക്കാം. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലാക്കിയിട്ട് തന്നെ ഓരോന്ന് ആക്കിയിട്ട് സെൻറ്ററിലെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. എന്നിട്ട് റൈറ്റിലും ലെഫ്റ്റിലുള്ള കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് എൻഡിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ആക്കിയിട്ട് രണ്ടിലും ഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട എഫക്റ്റ് എക്സ്പ്ലോഷർ ഗാമയാണ്. സോ സെർച്ചിൽ പോയിട്ട് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെൻട്രലായിട്ട് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 19 ആക്കി കൊടുക്കാം. -19 ആക്കിയിട്ട് ജസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുപോയി സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കിയിട്ട് നേരെ ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയി ആഡ് എഫക്റ്റ് കൊടുത്ത് സ്വിങ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസി നമുക്കൊരു 19 ആക്കി കൊടുക്കാം. ഒരു 0.19 ആക്കി കൊടുക്കാം. അതിൻ്റെ ആംഗിൾ 1 നമുക്ക് ഒരു 5 ആക്കി കൊടുക്കാം. -5 ആക്കി കൊടുക്കാം. ആംഗിൾ 2 +5. എന്നിട്ട് നമുക്ക് നേരെ ബാക്ക് അടിച്ചിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സെർച്ചിൽ പോയിട്ട് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് തന്നെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 28 ആക്കി കൊടുക്കാം. 28 ആക്കിയിട്ട് കുറച്ചൊന്ന് നീക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷൻ വന്നതാണ് നമുക്കിവിടെ. പിന്നെ നമുക്കത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 36 ആക്കി കൊടുക്കാം. 36 ആക്കിയിട്ട് അതിലും ഒരു ചെറിയൊരു ഗ്രാഫ് കൂടെ സ്ക്രീനിൽ കാണുന്ന പോലെ ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ ബാക്ക് അടിച്ചിട്ട് നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ആഡ് എഫക്റ്റിൽ പോയിട്ട് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസിന് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഫുള്ളായിട്ട് കുറയ്ക്കാം. -100 ഡിഗ്രി ആക്കി കൊടുക്കാം. -100 ആക്കിയിട്ട് അത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എൻഡിലാക്കി കൊടുക്കാം. എൻഡിലാക്കിയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കുക രണ്ടിലും.
നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എഫക്റ്റ് എല്ലാം കോപ്പി ചെയ്ത് മറ്റേ കട്ട്സിൽ അപ്പുറത്തുള്ള കട്ട്സിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സ്വിങ്ങിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട്. സോ നമുക്ക് സെക്കൻഡ് കട്ട്സ് ഓപ്പൺ ആക്കാം. സെക്കൻഡ് കട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്വിങ്ങിൽ അതിൻ്റെ ആംഗിൾ 1 നമുക്ക് +5 ആക്കി കൊടുക്കാം. ഫസ്റ്റത്തെ ആംഗിൾ 2 നമുക്ക് -5 ആക്കി കൂടി കൊടുക്കാം. സോ നമ്മളിത് ഡിഫറെൻ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ലാസ്റ്റായിട്ട് പിഞ്ച് ബൾജും കൂടെ ആഡ് ആക്കാനുണ്ട്. സോ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് സെർച്ചിൽ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ സ്ട്രെങ്ത്ത് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഫുള്ളാക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുപോകാം. സോ ഞാനിവിടെ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നത്തെ കീ ഫ്രെയിം റൈറ്റിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0.00 ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റെഡ്യൂസ് നമുക്ക് ഫുള്ളാക്കി കൊടുത്തിട്ട് സ്ട്രെങ്ത്തിലെ ഗ്രാഫ് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഗ്രാഫ് കൂടെ സെറ്റാക്കിയിട്ട് രണ്ടിലും സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഈ എഫക്റ്റ് തന്നെ നമ്മൾ എല്ലാത്തിലും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വിങ് എഫക്റ്റ് ഡിഫറെൻ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. Я помню только пин-код за мастер-класс.